ഇവൻ്റെ ഗേൾ ഫ്രണ്ട് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ട്രക്ക് ഇവനെ ഇടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവളാണെങ്കിൽ അവനെ പിടിച്ച് മാറ്റുകയും ആ ട്രക്ക് അവളെ വന്ന് ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും അവൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്യുന്നുണ്ട്. ഈ ഓവറായിട്ടുള്ള സ്ട്രെസ്സും എല്ലാം കാരണം അവൻ്റെ ഹാർട്ട് വളരെയധികം വീക്കും ടയേർഡും ആവുകയും അവൻ ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഫെയിൻ്റായി വീഴുകയും ചെയ്യുന്നുണ്ട്. അവൻ മാക്സിമം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും അവനെ കൊണ്ട് അത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ ഓൾറെഡി ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സർജറിയൊക്കെ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ എക്സ്ട്രീമായിട്ടുള്ള സ്ട്രെസ്സൊന്നും അവന് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ഗ്രാൻഡ്മയും ഫ്രണ്ട്സും എല്ലാവരും ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൻ്റെ ഹാർട്ടിന് വേറെ കുഴപ്പമൊന്നുമില്ല, ഇത് സിവിയർ ആയിട്ടുള്ള സ്ട്രെസ്സ് കാരണം സംഭവിച്ചതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അവൻ ആദ്യം കണ്ണ് തുറക്കുന്ന സമയത്ത് അവളെയാണ് അന്വേഷിക്കുന്നത്. അവൻ്റെ വയ്യായികയൊന്നും അവൻ നോക്കാതെ അവളെ അന്വേഷിച്ച് അവൻ പോകുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന IV ട്രിപ്പൊക്കെ ഊരി മാറ്റിയതിന് ശേഷം അവൾ അന്വേഷിച്ച് പോവാണ്. അതിനുശേഷം അവളുടെ ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് അവനധികം വളരെയധികം ഹേർട്ടാവുന്നുണ്ട്. ഡോക്ടർ പറയണം നിങ്ങൾ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിന് പ്രിപ്പയർ ആയിരിക്കണം, അവളെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാണ് എന്നൊക്കെ പറയുമ്പോൾ അവൾ അവനെ രക്ഷിച്ച കാര്യങ്ങളൊക്കെ അവൻ ഓർത്ത് വളരെയധികം ഇമോഷണൽ ആവുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. സ്പൂക്കി ഇൻ ലവ് എന്ന് പറഞ്ഞൊരു കൊറിയൻ ഡ്രാമയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഡ്രാമയാണ്. ഇത് ലാസ്റ്റ് എപ്പിസോഡാണ്. വളരെ ഒരു ഫാൻറ്റസി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ഡ്രാമയാണ്. എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.